ഉമ്മയും ഉമ്മാമ്മയൊക്കെ ഉണ്ടാക്കുന്ന കറിയിൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കറികൾ ഉണ്ടാവും. ചോറിൻ്റെ കൂടെയും കത്തലിൻ്റെ കൂടെയെല്ലാം ഈ കറി ഉണ്ടെങ്കിലേ പാത്രം കാലിയാവുന്നതറിയില്ല. അങ്ങനെ ഒരു കറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചതച്ച ഇഞ്ചിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചനിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് കൊഞ്ചനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതവിടുന്ന് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അരിമണിയും അതിലേക്ക് വറ്റൽമുളകും പെരുംജീരകം ചെറിയ ജീരകം കുരുമുളക് ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറിലാവുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ ബ്രൗൺ കളറായിട്ട് വന്നിട്ടാകുമ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയിട്ടാകുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ കൊഞ്ചനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. കളിച്ച് വരുമ്പോൾ മേലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.